അശോകിനെ വെട്ടിച്ച് നീ ആള് മാറിപ്പോയി. എടാ തീവ്രവാദികളെ നിക്കടാ. ഇതെന്താ പക്കത്തിലെ പുതിക്കൂടായിരുന്ന? എത്ര നേരമായി നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്? അല്പം റെസ്റ്റ് എടുത്തിട്ട് ഓടിയാ പോരെ? ശരിയാ, എത്ര നേരം നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്? അല്പം റെസ്റ്റ് ചെയ്തിട്ട് ഓടാല്ലേ? അതിരിക്കട്ടെ, എവിടെ നിങ്ങളുടെ വീട്? ബോംബെയില്. ബോംബെയിലാ? ബോംബെയിൽ ഞാൻ കുറച്ചാളുണ്ടായിരുന്നു 1983-ല്. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോന്നു. യോ, സമയം ഒരുപാടായി. എന്നാ നമുക്ക് ഓടാം. ഓടാം. എന്നിട്ട് ഓടിക്കരുത്. ഒരു വണ്ടി ഒന്നുമില്ലേ? വിട്ടോ വിട്ടോ വിടോ. സുട്കേസായിട്ട് പോണില്ലേ? അവര് പോയപ്പോ ഇയാളെന്താ മണ്ണ ബുദ്ധിയാണോ? പോകല്ലേ, പോ ജോലിയിൽ പോണ പോലെ പോട്ടെ. ഇത് പോയില്ലേ? എടോ ിന് കീഴടങ്ങുന്നതാണ് നല്ലത്. നിൽക്കാൻ മിസ്സിംഗ്, പിന്നെ മിസ്സിംഗ്. ഓഹോ, കയറ് വെച്ച് പേടിപ്പിക്കുന്നോ? എടാ, ഈ ഡിറ്റക്റ്റീവിന് കയറൊരു പ്രശ്നമല്ലടാ. നീ കണ്ടോ എന്റെ അമ്മ തെങ്ങ് കെട്ടല്ലേ? അയ്യോ കെട്ടല്ലേ. എടാ എടാ ശ്വാസം മുട്ടത്. ആട്ടച്ചാക്കിന്റെ അസുഖമുള്ള വലിയ കെട്ടല്ലേ. എടാ വിടാ. എടാ കെട്ടഴിച്ചിട്ട് പോടാ. അയ്യാ എടാ കെട്ടല്ലേ. നോക്കള്ളപ്പോഴാണോ കയറ്? അയ്യോ പിന്നെ വിളിക്കാം. മണി 11 എനിക്ക് കോടതിയിൽ പോണം. എന്താണ് സാർ കേസ്? അതൊരു തല്ല് കേസാ. സാറിന്റെ കേസല്ല, OPS സാറിനെ കണ്ട കാര്യം എന്താ? ഒരു പ്രമാദമായ കേസ് പുള്ളി ഏൽപ്പിക്കാനുണ്ട്. അത് കൊടുത്തുകൂടി ഞാൻ വിളിച്ചോണ്ടിരിക്കാം. അയ്യോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഓബിയ. ഹലോ മിസ്റ്റർ ബോബി വർഗീസ്. സ്റ്റാൻഡ് അപ്പ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സീറ്റ് ആണോ? ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കാം. രാവിലെ എന്തായിരുന്നു? വെള്ളയപ്പം റോസ്റ്റും. അതല്ല, രാവിലെ വലിയ ബിസി. അതാ, അത് 2 പാകിസ്ഥാൻകാരന്മാരെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പോയതാ. സർക്കാർ നേരിട്ട് വന്ന കേസായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാനില്ല ഇല്ല എന്ന് പറഞ്ഞതാ, എന്നിട്ട് എന്നെ തലയെ കെട്ടിവെച്ച്. 6 കോടി രൂപയുടെ ആയുധടപാടിന്റെ കേസാണ്. ഇതിന്റെ പിറകിൽ മറ്റവരെ പ്ലേ ഉണ്ട്. അമേരിക്ക. പിന്നൊരു കാര്യം, വളരെ സീക്രട്ട് ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അല്ല, താമന്ന കാര്യം പറഞ്ഞില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. ടെൽ മീ ട്രൂത്ത്. എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, വൺ മിസ്റ്റർ രാജീവ് മേനോൻ. പുള്ളിക്കാരനും ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർക്കൊരു കുട്ടിയുണ്ട്. ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ ആ കുട്ടിയെ കാണാനില്ല. ചൈൽഡ് മിസ്സിംഗ്. അപ്പോ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ് കാണേണ്ടിയിരിക്കുന്നു. ഈ കുട്ടി എവിടെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കേണ്ട ചുമതല തന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. ആട്ടെക്കുട്ടിയുടെ പേര് സച്ചിൻ. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അത് കണ്ടുപിടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 50,000 രൂപ അഡ്വാൻസ്. ആ കുട്ടി ലോകത്ത് എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈ OPR കണ്ടുപിടിച്ചിരിക്കും. ധൈര്യമായിട്ട് പോക്കോ പോക്കോ. പിന്നെ ഒരു പ്രധാന കാര്യം. എന്താ? ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കാരണവശാലും ആ കുട്ടി അറിയാൻ പാടില്ല. പോക്കോ. അപ്പോ നീ പറഞ്ഞാലും നിന്റെ മോൾ അനുസരിക്കില്ലെന്നാണോ? ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി അച്ഛ. മോളെ, ഇങ്ങനെ കുടുംബത്തിൽ അപമാനം ഉണ്ടാക്കുന്നതിലും നല്ലത് വല്ല ട്രെയിനിലും തലവെച്ച് ചാകുന്നതാ. അയ്യോ അച്ഛ. ഹലോ, എന്റെ ഓഫീസല്ലേ? ആ കുട്ടിയുടെ അമ്മയും അപ്പൂപ്പനും തീവണ്ടിക്ക് തലവെക്കും. ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെട്ടുകത്തി ഫൈനാൻസിയേഴ്സ് ആൻഡ് റോയൽ പാറ്റ ഗുളികാസ്. TV സീരിയലായിരുന്നു. ഞാൻ
ഞാൻ പിന്നെ വരാം. ഈ സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടായിരുന്നു നന്നായി, ഇല്ലെങ്കിൽ കയറ് കെട്ടി ഇറങ്ങേണ്ടി വന്നേനെ. ഇതായിരിക്കും ആ പയ്യന്റെ ബെഡ്റൂം, അതായത് കിടക്കമുറി. കൊച്ചു കള്ള, എന്തിനാ ഇത്ര ധൃതി? അയ്യോ, മുതലാളി ചുമക്കുന്നു. ഉണന്നെന്നാ തോന്നേ. ഇത് തന്നെ അവന്റെ മുറി. ഇൻസ്ട്രുമെന്റ് ബോക്സാ. ഇത് തന്നെയാണ് സച്ചിന്റെ ഡ്രസ്. ഇത് തന്നെ. ഇതിരിക്കട്ടെ. അവന്റെ ഒരു വിരലടയാളം കൂടി കിട്ടിയിരുന്നെങ്കിൽ. ദാക്ഷായണി, നീ ഇതെവിടെ ആയിരുന്നു? ഞാൻ മുതലാളിയുടെ ചുമ കേട്ടിട്ട് ഇപ്പോഴല്ലേ ചേട്ടന്റെ അടുത്തുനിന്ന് പോയത്? അതിന് ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്. ഓ, നീ എന്തോ ഇങ്ങനെയൊക്കെ? അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വെളിവും ഉണ്ടാകത്തില്ല. ഓ, അത് നിന്റെ ഒരു തോന്നലല്ലേ എന്റെ പൊന്നു ദാക്ഷായണി.